നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കോടതി അനുവദിച്ചിരുന്നു. പിന്നാലെ കോടതി അനുവദിച്ചാൽ CBI അന്വേഷണം ഏറ്റെടുക്കുമെന്ന് CBIയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കേസിൽ എന്താണ് CBI അന്വേഷണം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും. അതിനായി മാറ്റിയിരിക്കുകയാണ്. കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI നിലപാട് അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം CBI കോടതിയെ അറിയിക്കും. മാത്രമല്ല, ഇതിനിടെ ഉന്നത IPS ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പോറ്റിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും ചൂണ്ടി കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയും ഹൈക്കോടതിക്ക് മുന്നിലെത്തി. MR അജയനാണ് ഹർജിക്കാരൻ. ADGPമാരായ P വിജയൻ, S ശ്രീജിത്ത്, IG ഹരിശങ്കർ എന്നിവർക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഹർജി പരിഗണിച്ചപ്പോൾ കക്ഷിയോ അഭിഭാഷകനോ മാത്രമല്ല ഹാജരായില്ല. ഇത് കോടതി വിമർശിച്ചു. അവധിക്കാല ബെഞ്ച് പരിഗണിച്ച മറ്റ് 2 കേസുകളും ഇതേ ഹർജിക്കാരൻ സമാനമായി കക്ഷി ചേരാനും അപേക്ഷ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അഭിഭാഷകൻ ഹാജരാകാതെ കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഹർജിക്കാരനായ MR അജയന് കോടതി 10,000 രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് PM മനോജ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. നേരത്തെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെലാരി സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, അതുപോലെ തന്നെ അദ്ദേഹം നൽകിയ ജാമ്യഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരുന്നു. എന്തായാലും ഈ CBI അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനി ക്രിസ്മസ് അവധി കഴിഞ്ഞ് മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും കേസ് കോടതി പരിഗണിക്കുക. തയ്യാറാണ് എന്ന് CBI വ്യക്തമാക്കുകയാണ്. അത്തരത്തിൽ കോടതി അംഗീകരിക്കും. ആ ഒരു അന്വേഷണവും കൂടി അംഗീകരിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് EDയുടെ അന്വേഷണം തന്നെ SITയും സർക്കാർ വലിയ രീതിയിൽ എതിർത്തതാണ്. പക്ഷേ കോടതി EDക്ക് അന്വേഷണത്തിനുള്ള അവസരം അനുവാദം നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ EDക്ക് പിന്നാലെ CBIയും കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ഒരു CMRL കേസ്, അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണമോഷണ കേസ് തുടങ്ങി CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജികൾ ഹൈക്കോടതിയിൽ അവധിക്കാല ബെഞ്ചിൽ പ്രത്യേക അപേക്ഷ നൽകി ലിസ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം കോടതിയിൽ ഹാജരാകാതിരുന്നതിനാണ് MR അജയന് ഹൈക്കോടതി പിഴയിട്ടത്. ഇത്തരത്തിൽ പ്രത്യേക ലിസ്റ്റ് ചെയ്യിച്ച 4 കേസുകളായി 10,000 രൂപ വീതം 40,000 രൂപയാണ് MR അജയന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് VR മനോരഞ്ജന് കോടതി ചുമത്തിയത്. എന്തായാലും ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം ജനുവരിയിലേക്ക് മാറ്റിവെപ്പിച്ചിരുന്ന CMRL കേസടക്കം പ്രത്യേക അപേക്ഷയും ഉപഹർജികളും നൽകി എടുപ്പിച്ചത് എന്തിനാണ് എന്ന് കോടതി ചോദിച്ചു. ആരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അറിയാമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. ഉപഹർജികൾ നൽകി കേസെടുപ്പിച്ചുവെങ്കിലും അഭിഭാഷകൻ ഹാജരാകാതിരുന്നതാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കാൻ കാരണമായത്. CMRL ശബരിമല കേസ്, പാലിയേക്കര ടോൾ പിരിവ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസ് തുടങ്ങിയ 4 കേസുകളാണ് ഉപഹർജിയുടെ ലിസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നത്. ആദ്യം CMRLുമായി ബന്ധപ്പെട്ട ഹർജിയാണ് പരിഗണിച്ചത്. ജനുവരിയിലേക്ക് ഹർജിക്കാരൻ തന്നെ മാറ്റിവെപ്പിച്ച കേസ് അപേക്ഷ നൽകി അവധിക്കാല ബെഞ്ചിൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അടക്കം ചോദ്യം ഉന്നയിച്ചു. തുടർന്ന് പിഴ ഈടാക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഹർജി മാറ്റുകയായിരുന്നു. തുടർന്നാണ് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഫയൽ ചെയ്ത ഹർജിയും ഇത്തരത്തിൽ ഉപഹർജി നൽകി അജയൻ എടുപ്പിച്ചത് കോടതിയിലൂടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉപഹർജി നൽകിയ വ്യക്തിയും അഭിഭാഷകനും ഒരേ ആളുകളാണെന്ന് മനസ്സിലായതോടെ കോടതി പിഴ ചുമത്തുകയായിരുന്നു. നേരത്തെ കേസുകളെല്ലാം മറ്റൊരു ബെഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. ആ ബെഞ്ച് അവധിയായതിനാലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ബെഞ്ച് ഉച്ച കഴിഞ്ഞ് ഈ കേസുകൾ പരിഗണിച്ചത്. ഇത്തരത്തിലൊരു നാടകീയ സംഭവ വികാസവും കൂടി അരങ്ങേറുകയുണ്ടായി. ഇനി നമുക്ക് ശബരിമലയിലേക്ക് വരാം. N വിജയകുമാറും KP ശങ്കർദാസും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവർ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് N വിജയകുമാറും KP ശങ്കർദാസും മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇരുവരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നതടക്കമുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്.
2 തവണ ചോദ്യം ചെയ്തിരുന്ന ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് SIT. സ്വർണത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് 2019 ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനം എന്നാണ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ മൊഴി നൽകിയത്. അതുകൊണ്ട് തന്നെ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമായി മാറും. എന്താണ് ചോദ്യം ചെയ്യലിൽ ഇവരിൽ നിന്ന് കിട്ടുക, വിവരങ്ങളടക്കം എന്തൊക്കെയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ആകാംക്ഷ വർദ്ധിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ ദാവൂദ് മണി എന്ന വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായി ബന്ധമുണ്ട് എന്നാണ് വ്യവസായിയുടെ മൊഴി. ദാവൂദ് മണിയും പോറ്റിയുമായി തിരുവനന്തപുരത്ത് വെച്ച് പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാട് നടത്തിയതായും മൊഴിയിൽ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ വിവരങ്ങളാണ് വ്യവസായിയെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉള്ളത്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിദേശ വ്യവസായി ചില വിവരങ്ങൾ പങ്കുവച്ചുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. ഈ വ്യവസായിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദാവൂദ് മണിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന സൂചനകൾ കിട്ടിയിട്ടുള്ളത്. ദാവൂദ് മണി അഥവാ ഡി മണി ചെന്നൈയിലുള്ള വ്യക്തിയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിഗ്രഹക്കടത്ത് പോലുള്ള ഇടപാടുകൾ ഇയാൾക്കുണ്ട്. മാത്രമല്ല SITക്ക് കിട്ടിയ മൊഴികളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. എന്തായാലും കൂടുതൽ അന്വേഷണം, കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ എന്താണ് സംഭവിച്ചതടക്കമുള്ള അല്ലെങ്കിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദമായ ഒരു വ്യക്തത വരികയുള്ളൂ. വ്യവസായി കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മൊഴി ഏറ്റവും പ്രധാനമായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് വിഗ്രഹം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ദാവൂദ് മണിയിൽ നിന്ന് പണം കൈപ്പറ്റി മറ്റൊരു വ്യക്തി കൂടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള മൊഴിയാണ് വ്യവസായി നൽകിയിട്ടുള്ളത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായോ അതുമായി ബന്ധമുള്ള ഇടപാടുകളിലോ ദാവൂദ് മണിക്ക് ബന്ധമുണ്ട് എന്ന മൊഴിയില്ല. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ള വിഗ്രഹ കടത്തുകാരുമായി മറ്റ് ബന്ധമുണ്ടെന്ന് തനിക്ക് അറിയാമെന്നാണ് വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ ജാമ്യ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്ന് സ്പോൺസർ എന്ന നിലയിൽ 2019 മുമ്പ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ഗോവർദ്ധൻ ഹർജിയിൽ പറയുന്നത്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 30 വീണ്ടും പരിഗണിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 400 ഗ്രാമിൽ അധികം സ്വർണമാണ് തനിക്ക് കിട്ടിയത്. ഇത് ശബരിമല സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ DDI 10 ലക്ഷവും 10 പവന്റെ മാലയും ശബരിമലയ്ക്ക് സംഭാവന നൽകിയതാണ്. ആകെ 1.5 കോടിയിൽ അധികം രൂപ ശബരിമലയ്ക്ക് നൽകി. തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകില്ലായിരുന്നുവെന്നാണ് ഹർജിക്കാരൻ വാദിക്കുന്നത്. ബെല്ലാരിയിലെ തന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണക്കട്ടികൾ കസ്റ്റഡിയിലെടുത്തതെന്നും ഈ സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ല എന്നും ഹർജിയിൽ വ്യക്തമാക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും വേർതിരിച്ചെടുത്ത സ്വർണം വാങ്ങിയ ഗോവർദ്ധനെയും കഴിഞ്ഞ ദിവസമായിരുന്നു SIT അറസ്റ്റ് ചെയ്തത്. അയ്യപ്പ ഭക്തനായ താൻ 2009 മുതൽ അതായത് 85 ലക്ഷത്തിലധികം രൂപ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കട്ടിളപ്പാളിയിൽ പൂശാനായി സ്വർണവും നൽകിയിട്ടുണ്ട് താൻ. ശബരിമല സ്വർണം വാങ്ങിയ ശേഷം അതിന് തത്തുല്യമായ പണവും സ്വർണവും ദേവസ്വം ബോർഡിന് കൈമാറിയെന്നാണ് ഗോവർദ്ധൻ വാദിക്കുന്നത്. സ്വർണം തട്ടിയെടുക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. സ്വർണം വാങ്ങിയ ശേഷം തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നും പ്രായശ്ചിത്തമായി പണവും സ്വർണവും സമർപ്പിച്ചു എന്നതടക്കമുള്ള മൊഴി ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അംഗീകരിക്കപ്പെടുമോ, ജാമ്യം അനുവദിക്കപ്പെടുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി ഉയരുകയാണ്.